ഖൽബിലെ പാട്ട് റൗണ്ടിലെ അടുത്ത കണ്ടസ്റ്റന്റ് ആണ്, അവസാനത്തെ മത്സരാർത്ഥിയാണ് ഈ റൗണ്ടിലെ. തീർച്ചയായും ഞങ്ങൾ നൽകിയ എല്ലാ പാട്ടുകളും നിങ്ങൾ എല്ലാവരും കേൾക്കാൻ കൊതിച്ച ഗാനങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ഗാനത്തിനായി നമുക്ക് കാതോർക്കാം. ലെറ്റ് മീ വെൽക്കം സിയ ജാസ്മിൻ. അസ്സലാമു അലൈക്കും. ഞാൻ സിയ ജാസ്മിൻ. ഞാൻ പയ്യന്നൂരിൽ നിന്ന് വരുന്നു. നിങ്ങൾ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച പട്ടുറുമാലിൽ ഇനി ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം? ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ആവാമല്ലോ. എന്താണ്? ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ്. അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ. നാളെ മുതൽ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആ ഐറ്റം അല്ലെങ്കിൽ ആ മെനു കട്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായി ഏകദേശം. അപ്പൊ ഇനി പാട്ടിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഒരു സന്തോഷിക്കാൻ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, നല്ല മൊഞ്ചത്തെ കുട്ടിയായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് സന്തോഷം കിട്ടിയില്ലേ? ഈ സന്തോഷം ഇനി പാടുമ്പോഴും വേണം. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ പെർഫോമൻസ്. ഉളരിടയും നമ്മും നാഗത്തേരി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയുമോണ്ട് ഇനം മുന്നേ എളിവർ നബി കമ്മത്തായി ആതിക ഉമ്മതാൻ എരിതുയിൽ തന്നിൽ കണ്ടാൾ നീക മനാമൂതാൻ ഉളരിടയും നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയുമോണ്ട് ദിനം മുന്നേ ഫലമാം ഹൈറാനെ കിനാവ് കണ്ടും ഗുണം താളേ പകലില്ല പാസെ വരുത്തി ചെയ്തി ഉളിങ്കാളേ കുളിർമത്തനീ ഊരിലുള്ള താലവർക്ക് പുല്ലിൽ വാലിയെ ബലാൽ വരുന്നുണ്ട് നാശത്തെ ഉള്ളരിടയും നമ്മും നാഗത്തേരി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയുമോണ്ട് ദിനം മുന്നേ ശക്കില്ല കണ്ടേൻ ഒരു കനവ് മാലല്ലേ ശാപുണ്ടോരോട്ടകം എരിഞ്ഞിണ്ട് ബത്ഹായിൽ തിക്കത്തിൽ നീലപ്പടങ്കം നീർത്തിതൻ ഹസ്തത്താൽ ഷിദ്ദത്ത് സ്വീഹത്താൽ പാലാനാദിയൻ വേഗത്താൽ ഉള്ളതിടയും ലമ്മും നാഗത്തേരി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയുമോണ്ട് ദിനം മുന്നേ വൻപിരുയാ
വലാൽ എല്ലാം അക്കുവൽ കൊള്ളി ജനങ്ങൾ കേട്ടോടി ചിന്തുകൈ അവിടം വിട്ടോട്ടകക്കാരൻ ആ കൊൾ നടന്നുകൈ ഉള്ളരിടെ ഒന്നും നാക്കത്തേറി നടക്കുന്നീ ഉമ്മുൽ ഖുറാവിൽ അണയുമുണ്ട് ദിനം മുന്നേ ഡെലിവറി നബി കമ്മത്തായി ആതിക ഉമ്മതാൻ തേരി തൂയിൽ തന്നിൽ കണ്ടാൾ നീക മനാമുതാൻ ഉള്ളരിടയിലും ലമ്മും നഗത്തേരി നടക്കുന്നീ ഉമ്മുൽ ഖുറാവിൽ അണയുമുണ്ട് ദിനം മുന്നേ. സിയ നന്നായി പാടിയെന്ന് തോന്നിയോ? കുഴപ്പമില്ലാതെ പോയി. കുഴപ്പമില്ലാതെ പാടി. എന്തായാലും എത്ര നാളെടുത്തു ഇത് പഠിക്കാൻ, ഈ ഒരു പാട്ട് എടുക്കാൻ? ഒരു മാസം എടുത്തത് പഠിക്കാൻ? ഒരു മാസം കുറച്ചെന്നാലും എടുത്തു. കുറച്ചു നാളെടുത്തിട്ടാണ് ഇത് പഠിച്ചത് അല്ലെ? അപ്പൊ ഇരുത്തം വന്ന് പഠിച്ചൊരു പാട്ട് ഇരുത്തം വന്ന് പാടിയോ എന്ന് നമുക്ക് നോക്കാം. ഫിറോസിക, എന്താണ് ജാസ്മിന്റെ ഈ ഒരു പാട്ടിനുള്ള കമന്റ്? നന്നായി പാടി കേട്ടോ, നന്നായി പാടി. ഞാൻ ഈ ആളെ കണ്ടപ്പോ ഇങ്ങനെ പാടുന്നു കരുതിയില്ല, അതും തെളിയിച്ചുകൂടെ. നന്നായി പാടി. നല്ല റംലത്തെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിംഗിങ്. ആ ഒരു റംലത്ത ഞങ്ങളുടെ മാപ്പിളപ്പാട്ട് മേഖലയിൽ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന, ഞങ്ങളൊരു സ്ഥാനത്ത് നിർത്തിയ ഒരു പാട്ട്. ഞങ്ങൾ സുശീലാമ്മയോടൊക്കെ മാപ്പിളപ്പാട്ടിൽ ഉപമിക്കുന്ന ഒരു പാട്ടുകാരിയാണ് റംലത്ത. അത്ര അപാര തലങ്ങളുള്ള പാട്ടുകാരിയാണ്. പിന്നെ നല്ല സിംഗിങ് ആയിരുന്നു, നല്ല ശ്വാസഗതിയും നല്ല ബ്രത്ത് ഉണ്ടായിരുന്നു മോൾക്ക്. ഒരു ലൈനൊക്കെ ഒന്നിച്ചൊരു ബ്രത്തിൽ പാടിപ്പോയി ചില സ്ഥലങ്ങളിൽ. അത് പലപ്പോഴും അസാധ്യമാണ് പലർക്കും. ഒരുപാട് ട്യൂണിന്റെ കസർത്തൊന്നുമില്ലല്ലോ, ആ പവർ വരിക എന്നുള്ളതാണ് പാട്ടിൽ. അത് കൊണ്ടുവന്നു. താങ്ക് യു ഫിറോസിക. അമ്പിളി ചേച്ചി എന്ത് പറയുന്നു? എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ള കമന്റ്സ്? സിയ, ചിക്കൻ കോൺ സൂപ്പ് കഴിക്കണം, വളരെ നല്ല ഡിഷാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിയ, ഞാൻ ശരിക്കും സിയ പോയ ആ ഒരു ട്രെൻഡൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് പാടുന്നു. നന്നായിട്ട് പാടി സിയ, വളരെ നന്നായിട്ട് പാടി. പക്ഷെ അതില് കുറച്ച് ആദ്യത്തെ 2 ലൈൻ പാടും. ഉള്ളരിടയിലും നമ്മും നാക്കത്തേറി നടക്കുന്നീ. ഇപ്പൊ ബെറ്റർ. ആദ്യം കുറച്ചൊരു ഷേക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ, അതൊരു പെർഫെക്ഷനിൽ വന്നില്ല. അത് പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞ് സിയ സെറ്റിലായത് ചരണം പാടുമ്പോഴാണ്. വളരെ നന്നായിരുന്നു ചരണം. രണ്ടാമത്തെ ചരണം പാടിയില്ലേ, നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അത് പാടി. എല്ലാം നന്നായിരുന്നു സിയ. താങ്ക് യു അമ്പിളി ചേച്ചി. അബൂട്ടി മാഷെ എന്ത് പറയുന്നു? സിയ നല്ലോണം പാടുന്നുണ്ട്. റംലാത്താന്റെ ടച്ചാണ് കംപ്ലീറ്റ് ഇതിൽ വന്നത്. എവിടെയും വല്ല ശ്രുതിയൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇത് ഉള്ളരിയുടെയും ലംബമും ഞങ്ങളൊക്കെ വേറെ സ്റ്റൈലിലാണ് പാടല്. ഈടൈ ലംബമും നാക്കത്തേറി നടക്കുന്നേ, അതാണ്. മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി മൈക്കണ്ണാൽ കൽബില്ലാമിട്ട് കത്തിച്ച വമ്പത്തി. ഇതേ വൃത്തം യൂസുഫലി കേച്ചേരിയുടെ ആദ്യത്തെ സിനിമാ ഗാനമാണത്. മൈലാഞ്ചി തോപ്പിൽ ഇതേ വൃത്തത്തിൽ എഴുതിയതാണ്. അപ്പൊ മോളെ നന്നായി പാടി. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹംസക്കോട് ചോദിക്കാം, എന്താണ് അഭിപ്രായം? ലംലമു എന്ന് പറയണ്ട, ലംലമു ശ്രദ്ധ വേണ്ട. ഉളരിടയിലംലമു നാക്കത്തേറി നടക്കുന്നേ. ഇത് ഒറിജിനൽ രീതി മേറാജ് പാട്ട് എന്ന് പറയും. അതാരാണ് മേറാജ് പാട്ട് എഴുതിയതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു കവിതയാണ്. നബി തിരുമേനി ആകാശാരോഹണം നടത്തി എന്നൊരു കഥയുണ്ട്. അതിനെപ്പറ്റി എഴുതിയ പാട്ടാണ് മേറാജ് പാട്ട്. അതിന്റെ രീതിയാണ് അത്. ആ രീതിക്ക് ഒരുപാട് പാട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ബുട്ടിമാഷ് പാടിയ പാട്ടില്ല, മൈലാഞ്ചിയൊക്കെ ഇപ്പൊ വന്നതാ. പിന്നെ അതിന്റെ ഒറിജിനൽ രീതി ആകാശം ഭൂമി പടച്ചോനല്ല ഒരു മുത്താൽ, അതാണ് അതിന്റെ ഒറിജിനൽ രീതി.
അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പാട്ടിൽ അർത്ഥം മനസ്സിലാക്കി പാടുമ്പോഴേ തന്മയത്വം കിട്ടുള്ളൂ. നല്ല സൗണ്ടാണ്, അസലായിട്ടുണ്ട് പാടിയത്. നിങ്ങൾ ആരുടെ കേട്ടാണ് പഠിച്ചത്? റംല പാടുമ്പോ റംലാത്താത്ത പാടുന്ന മാതിരി തന്നെയാ. അത് ആർക്കും കേട്ടാൽ മനസ്സിലാവും. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ പാട്ടിലെ വിഷയങ്ങളും വാക്കിന് മനാമ് എന്ന് പറഞ്ഞ സ്വപ്നം, കിനാവ്. നബിക്ക് അമ്മത്തായ ആത്തിക്ക ഉമ്മ, നബിയുടെ അമ്മായി ആയിട്ടുള്ള ആത്തിക്ക എന്ന ആത്തിക്ക ബീവി ഒരു കിനാവ് കണ്ടു. എന്താ കണ്ടത്? ബത്തൽ ഖാമിൽ മലബാരത്തിന്റെ മുകളിൽ ഒട്ടകപ്പുറത്തൊരാൾ നീലക്കൊടി വീശിക്കൊണ്ട് വിളിച്ചു പറയാണ്, ഈ രാജ്യത്തുള്ള നിങ്ങൾക്ക് കുല്ലിൽ വലിയ ബലാൽ വരുന്നുണ്ട്, ലാശക്ക് എന്ന് പറഞ്ഞാൽ സംശയമില്ല, നിങ്ങൾക്കെല്ലാവർക്കും വലിയൊരു ബലാല് വരാൻ പോകുന്നുണ്ട്. അതാരാ? നബി തിരുമേനിയെ പറ്റിയാണ് പറയുന്നത്. ഖുറൈശി ഗോത്രക്കാർക്ക് ഒരു അടങ്ങേറ് വരാൻ പോകുന്നുണ്ട്, അതാണ് മുഹമ്മദ് എന്നുള്ള സ്വപ്നം ആത്തിക്ക കണ്ടു. അപ്പൊ ആ വിഷയം പഠിച്ചാൽ ഉള്ളിൽ തട്ടി തന്മയത്വത്തോടു കൂടി ഭാവാത്മകമായി പാടാൻ സാധിക്കും. അങ്ങനെ ഒരു ശ്രമം നടത്തണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ശ്രദ്ധിക്കണം. എന്തായാലും നല്ല കമന്റ്സ് ആണല്ലേ. നമുക്ക് മാർക്ക് എത്രത്തോളം ഉണ്ടാകും എന്ന് നോക്കാം. ഫിറോസിക്ക എത്ര മാർക്കാണ് ഖൽബിലെ പാട്ട് റൗണ്ടിലെ അവസാനത്തെ കണ്ടസ്റ്റന്റ് ആണ്? എത്ര മാർക്ക് കൊടുക്കുന്നു? ഞാൻ സിയക്ക് 28 മാർക്ക്. 28 മാർക്ക്. 30-ൽ 28 മാർക്കാണ് ഫിറോസിക്ക നൽകിയിട്ടുള്ളത്. അമ്പിളി ചേച്ചി, ഞങ്ങളുടെ പ്രതീക്ഷ, പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള പ്രതീക്ഷ കുറച്ച് കൂടുതലാണ്. എത്രയായിരിക്കും മാർക്സ്? 28 മാർക്ക് വീണ്ടും കിട്ടി. ഇനി നമുക്ക് മാഷിനോട് ചോദിക്കാം. അബൂട്ടി മാഷെ എത്ര മാർക്കാണ്? ഞാൻ 27 മാർക്ക്. കുറച്ചുകൂടെ നന്നായി ചിരിച്ച്. ഈ 27 നമ്മൾ തളരരുത്. 10-ൽ എത്ര മാർക്കാണ് ഹംസക്ക നൽകുന്നത്? 8 മാർക്ക്. 8 മാർക്ക് നൽകി. ഖൽബിലെ പാട്ട് റൗണ്ടിലെ അവസാനത്തെ കണ്ടസ്റ്റന്റ് ആണ്. ഗ്രാൻഡ് ടോട്ടൽ എത്രയാണെന്ന് അറിയണ്ടേ? ഔട്ട് ഓഫ് 100 91 ആണ്. 91 മാർക്കാണ്. നല്ല മാർക്കാണ്. ഇത് കൂടാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കുറച്ച് ഫുഡും